ലാ യഹ്സുദൂനന്നാസ്, ജനങ്ങളോട് ഒരു കാര്യത്തിലും അസൂയ വെക്കൂല. അല്ലാഹു പറയുന്ന ഒരു നിഅമത്തുകൾക്കും അവൻ അസൂയ വെക്കൂല. ആർക്ക് എന്ത് കിട്ടിയാലും പറയും അൽഹംദുലില്ലാഹ്, അവനത് കിട്ടിയല്ലോ സന്തോഷം. നമ്മൾ എന്തിനാ അസൂയ വെക്കുന്നത്? ഒരിക്കലും പ്രിയപ്പെട്ടവരെ, ഒരാൾക്കുള്ള നിഅമത്ത് കൊടുക്കുന്നത് കാണുമ്പോ, ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്, പ്രഭാഷകനാണ്, എന്നെ പോലത്തെ ഒരു പ്രഭാഷകന് നല്ല പ്രസംഗം അവതരിപ്പിക്കുമ്പോ അല്ലാഹുവേ എന്നെക്കാൾ സാമർഥ്യനാണല്ലോ, സമർത്ഥനാണല്ലോ, സാമർഥ്യമുള്ളവനാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ഈ അനുഗ്രഹം നീ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവന് വളർന്നു വളർന്നു പോകും. ഞാൻ താഴോട്ട് തളർന്നു പോകുന്നതിന് സംശയമില്ല. മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. അൽ ഹസദു യഅകുലുൽ ഹസനാ കമാ തഅകുലുൻ നാറുൽ ഹതബാ, തീ വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ സൽക്കർമ്മങ്ങളും എന്റെ സ്വതക്കയും എന്റെ തഹജ്ജുദും എന്റെ ളുഹായും എന്റെ ജീവിതത്തിലെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഈ അസൂയ എന്ന് പറയുന്ന സംഗതി നശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ അല്ലാഹു ആർക്ക് കൊടുത്ത നിഅമത്ത് കണ്ടിട്ട് അസൂയ വെക്കല്ലേ, അത് ഒരിക്കലും നശിച്ചു പോകാൻ കൊതിക്കല്ലേ. അല്ലാഹ് പറഞ്ഞതെന്താണ്? അൽ ഹാസിദു അദുവുൽ നിഅമതി, എന്റെ നിഅമത്തിന്റെ ശത്രുവാണ് അസൂയ വെക്കുന്നവന്, എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. ഇതാരാണ് പറഞ്ഞത്? അല്ലാഹുവാണ് പറഞ്ഞത്. സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്, നമ്മളെ സൃഷ്ടിച്ച അല്ലാഹ്, നമ്മളെ സംരക്ഷിക്കുന്ന അല്ലാഹ്, നാളെ നമ്മളെ സംഹരിക്കുന്ന അല്ലാഹ്, അവനാണ് പറഞ്ഞത് അൽ ഹാസിദു അദുവുൽ നിഅമതി, അസൂയ വെക്കുന്നവൻ എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. മുതസഖിതുൽ ഖളാഇ, എന്റെ വിധിയിൽ ദേഷ്യമുള്ളവനാണ്. ഗൈറു റാളിം ബിഖിസ്മതി, എന്റെ ഓഹരിയിൽ തൃപ്തിപ്പെടാത്തവനുമാണ്.